ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കോസ്റ്റ് എന്ന് പറഞ്ഞു. കോസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ഇൻകേർഡ് ടു പ്രൊഡ്യൂസ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് നിർത്തി. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇനി ചാപ്റ്ററുകൾ ഉണ്ടാക്കാൻ പോവാണ് കോസ്റ്റിങ്ങിൽ പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? ബേസിക് ചാപ്റ്റേഴ്സാണ്. ഒന്ന് ഏതാ? ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്. നമുക്കിപ്പോൾ നമ്മുടെ ലെവലിൽ ഏത് മാത്രമേ ഉള്ളൂ? ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റിംഗ് ഉള്ളൂ. പക്ഷേ മൊത്തത്തിൽ സബ്ജക്റ്റിനെ ഒന്നും അറിഞ്ഞിരിക്കാം. പിന്നെ ഏത് വരും? മെറ്റീരിയൽ. അതിലേതാ ഡീൽ ചെയ്യുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ. മനസ്സിലായില്ലേ? അടുത്തേതാ? ലേബർ. അതിലേതാ ഡീൽ ചെയ്യുന്നത്? ഡയറക്റ്റ് ലേബർ. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് വേറെ ചാപ്റ്റർ. അപ്പോൾ ഈ 3 കഴിഞ്ഞാൽ ഏത് കഴിഞ്ഞ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ബാക്കിയുള്ളത് ഏതാ? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇതിനെ കളക്റ്റീവ്ലി ഒരു പേര് പറഞ്ഞിരുന്നു, ഓവർ ഹെഡ്. അപ്പോൾ അടുത്ത ചാപ്റ്ററിൻ്റെ പേര് ഏതാ? ഓവർ ഹെഡ്. ഇങ്ങനെയാണ് ഫസ്റ്റ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ കോസ്റ്റിംഗ് പഠിക്കുമ്പോൾ. ഇനി എവിടെ പഠിച്ചാലും, CAയുടെ ഇൻ്റർവ്യൂ പഠിച്ചാലും BComൽ പഠിച്ചാലും ഫസ്റ്റ് ചാപ്റ്ററുകൾ ഇങ്ങനെയാണ്. അതൊരു ടേമിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നത്. ഓക്കെ, പിന്നെ എഴുതാം. രണ്ടാമത്തെ ടേം പഠിക്കാം. എന്താ? അപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റിൻ്റെ പണി എന്താ? കോസ്റ്റ് എന്താ ചെയ്യുക? കോസ്റ്റിംഗ്. സിമ്പിളായി പറഞ്ഞതാ കോസ്റ്റിംഗ്. ഏതാ? അസർടൈൻമെൻറ്റ്, ദ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർടൈനിങ് കോസ്റ്റ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏതാ? അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് പറയുന്നതാണ് ദാറ്റ് ഈസ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. ഓക്കെയാണോ? അഥവാ കോസ്റ്റ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം പോരല്ലോ, അത് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അസർടൈൻമെൻറ്റ് അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ്. സിമ്പിളി കോസ്റ്റിംഗ് എന്താന്ന് പറഞ്ഞാൽ എന്ത് പറയാം? കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ്. അത്ര പറഞ്ഞാൽ എളുപ്പമായി. കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ്. കോസ്റ്റ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എന്ത്? കോസ്റ്റിംഗ്. ഓക്കെ, അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിക്കണമെന്നല്ല പറഞ്ഞ്. ആ മെത്തേഡുകളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് മെത്തേഡ് ജോബ് കോസ്റ്റിംഗ്, സെക്കൻഡ് മെത്തേഡ് ബാച്ച് കോസ്റ്റിംഗ്, തേർഡ് കോൺട്രാക്ട് കോസ്റ്റിംഗ്, പിന്നെ പ്രോസസ് കോസ്റ്റിംഗ്, ജോയിൻറ്റ് പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, ലാസ്റ്റ് യൂണിറ്റ് കോസ്റ്റിംഗ്. ഈ ജോയിൻറ്റ് പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ് ഈസ് ദ പാർട്ട് ഓഫ് ഏതാണ്? പ്രോസസ് കോസ്റ്റിംഗ്. ഇറ്റ്സ് നോട്ട് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. ചാപ്റ്റർ പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചു, അത്രേ ഉള്ളൂ. മെത്തേഡുകൾ ഏതൊക്കെയാണ് പറഞ്ഞു? ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആൻഡ് യൂണിറ്റ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ സിംഗിൾ ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ്. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഇത് മാത്രം. ഇതിൻ്റെ പ്രോബ്ലമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ക്ലിയർ? ഇതെവിടെ അപ്ലിക്കബിൾ ആവണ്? അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് പഠിക്കാണ്ട്, ഇതിൻ്റെ പ്രോബ്ലം പഠിക്കുകയല്ല, പക്ഷെ ഇതിൻ്റെ തിയറി ഉണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ? ഒന്ന് വ്യക്തമാക്കി തരാം. ഒരു ബാഗ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയില്ലേ, അവർ ബാഗ് എങ്ങനെ മാനുഫാക്ചർ ചെയ്യുക? ഒരെണ്ണമായിട്ടാണോ മാനുഫാക്ചർ ചെയ്യുക? അല്ല. ഇതിലേതാവോ അതിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ചിന്തിച്ചു. ബാച്ച്. ഗ്രേറ്റ്. ബാച്ച് പറഞ്ഞാൽ എത്ര? ഒരു 100 ബാഗ്. ബാച്ച് നമ്പർ എന്നുണ്ടാവും. ഡ്രസ്സില്ലേ, ഡ്രസ്സ് എങ്ങനെ ഓരോന്നായിട്ടാണ്? ഒരു ബാച്ച് ആയിട്ടാണ്. അതിൻ്റെ മുകളിൽ ബാച്ച് നമ്പർ ഉണ്ടാവും. ടോയ്സ് ഇല്ലേ, കളിക്കുന്ന കളിപ്പാട്ടം, അത് മേടിച്ചാൽ എന്തുണ്ടാവും? ബാച്ച് നമ്പർ ഉണ്ട്. ബിസ്ക്കറ്റ് അല്ലേ, അവിടെ എന്തുണ്ടാവും? ബാച്ച് നമ്പർ ഉണ്ടാവും. ഫുഡ് പ്രൊഡക്റ്റുകൾക്കൊക്കെ എന്തുണ്ടാവും? ബാച്ച് നമ്പർ ഉണ്ടാവും. ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകൾക്ക് എന്തുണ്ടാവും? ബാച്ച് ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും ഓരോന്നായിട്ടല്ല ഉണ്ടാക്കുന്നത്, ഒരു ഗ്രൂപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത്. മേ ബി 1000 എണ്ണം വെച്ചോ 100 എണ്ണം വെച്ചിട്ടൊക്കെ ഉണ്ടാക്കും. ഓക്കെ അല്ലേ? മെഡിസിൻ അതിൻ്റെ മുകളിൽ എന്തുണ്ടാവും? ബാച്ച് നമ്പർ ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ബാച്ച് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് മനസ്സിലായില്ലേ? ഫുഡ് ഇൻഡസ്ട്രീസ്, പിന്നെ കെമിക്കൽ, അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണം? കെമിക്കലില്ല, ഇലക്ട്രോണിക്, തെറ്റിപ്പോകും. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലിയർ അല്ലേ? ഒരെണ്ണം പഠിച്ച്. ഏതാ? ബാച്ച് കോസ്റ്റിംഗ്. അപ്പോൾ എന്താ സംഭവം? എന്താ? ബാച്ചായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് കോസ്റ്റ് കാൽക്കുലേഷൻ ചെയ്യാനുള്ള മെത്തേഡാണിത്, ബാച്ച് കോസ്റ്റ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അസർടൈൻമെൻറ്റ് അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് യൂസിങ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്. അതിന് പറയുന്ന ടേമാണ് കോസ്റ്റിംഗ്. ING. കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ പ്രധാനപ്പെട്ട മെത്തേഡ് ഒന്ന് നമ്മൾ പഠിച്ചതാണ് ബാച്ച്. ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത് ഈ ഫാബ്രിക്കേഷൻ ചെയ്തിട്ടില്ലേ, കണ്ടില്ലേ? ഫാബ്രിക്കേഷൻ. ഓക്കെ അല്ലേ? ഇതൊക്കെ ഒരു സ്പെസിഫിക് ഓർഡർ അനുസരിച്ചാണ് ചെയ്യുക. അഥവാ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്തതല്ലല്ലോ അപ്പുറത്ത് ഷുഗർ ഹോസ്പിറ്റലിൽ ചെയ്യുക.
ഇതേപോലെയാണോ വീട്ടിൽ ചെയ്യുക? ഓരോന്നും വ്യത്യാസം ഉണ്ടാവില്ലേ? അങ്ങനെ ഓരോ ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പെസിഫിക് ഓർഡറായിട്ട് കൊടുക്കുന്നതിന് പറയുന്നതാണ് ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗ്. എന്തൊക്കെ വരും? ഇൻറ്റീരിയർ ഡിസൈൻ എല്ലായിടത്തും ഒരേപോലെയാണോ? അല്ലല്ലോ. ജോബ് കോസ്റ്റിംഗാണ്. അപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ കോസ്റ്റ് എങ്ങനെ കാണാം? ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്? ജോബ് കോസ്റ്റിംഗ്. മെഡിസിൻ ഡോളോടെ കോസ്റ്റ് എങ്ങനെ കാണാം? ഏത് ഉപയോഗിച്ചിട്ടാണ്? ബാച്ച് കോസ്റ്റിംഗ്. ഇൻ്റർലോക്ക് ചെയ്യില്ലേ? ഇൻ്റർലോക്ക് ജോബ് കോസ്റ്റിംഗ്. കിട്ടിയില്ലേ? ഫർണിച്ചർ ബാച്ച് ആയിട്ടുണ്ടാക്കുമോ? ബാച്ചായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഓക്കെ, ഡെഫിനറ്റ്ലി. ജോബ് ആവാം, അല്ലെങ്കിൽ ലാസ്റ്റ് വൺ ആവാം. യൂണിറ്റ് കോസ്റ്റിംഗ്. അതെന്താ അങ്ങനെ പറയാം? അഥവാ ഓരോന്നായിട്ടുണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫർണിച്ചർ ഷോപ്പിൽ പോയി നിങ്ങൾ അവിടുന്ന് അവരുണ്ടാക്കി വെച്ച ഒരു ചെയർ എടുത്താൽ അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം അവരുണ്ടാക്കി തന്നാണോ? അല്ല. അപ്പം അതേത് വരും? യൂണിറ്റ് കോസ്റ്റ്. ഫർണിച്ചർ എവിടെ വരാം? യൂണിറ്റിൽ വരാം, അല്ലെങ്കിൽ എവിടെ വരാം? ജോബ്. എപ്പോഴാണ് ജോബ് ആവാം? നിങ്ങൾ ഫർണിച്ചർ ഷോപ്പിൽ പറയാണ് ഞങ്ങൾക്ക് ഇന്ന മെഷർമെൻറ്റിൽ ഇന്ന വുഡ് ഉപയോഗിച്ചിട്ട് ഇന്ന പെയിൻ്റൊക്കെ അടിച്ച് ഡിസൈൻ ചെയ്തിട്ട് ഒരു കോട്ട് കട്ടിലുണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ ജോബ് കോസ്റ്റ്. ഫർണിച്ചർ ഒരു എക്സാമ്പിളാണ്. സിമെൻ്റ് ഇല്ലേ? കെമിക്കൽ ഐറ്റംസൊക്കെ ബാച്ചായിട്ട് ഉണ്ടാക്കുന്നുണ്ടാവും. ഓക്കെ, കെമിക്കൽ ആയിട്ടൊക്കെ ഒരുപാട് പ്രോസസ്സുകൾ ചെയ്തു വരുന്ന. നോർമലി നിങ്ങളിപ്പോൾ ഒരു ഫർണിച്ചർ ഉണ്ടാക്കുന്ന പോലെ ഒന്നും പറ്റില്ല. സിമെൻ്റ് ഉണ്ടാക്കാനും പെട്രോളിയം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനും കെമിക്കൽ ഐറ്റംസ് ഉണ്ടാക്കാനൊക്കെ പറ്റുമോ? ഇല്ല. അതൊരു പ്രോസസ്സ് ചെയ്ത് മറ്റൊരു പ്രോസസ്സ് ചെയ്ത് വീണ്ടും പ്രോസസ്സ് ചെയ്ത് അങ്ങനെ കുറേ ഡിഫറെൻറ്റ് സ്റ്റേജസ് കഴിഞ്ഞ് വരുന്നതാണ്. അത്തരം പ്രൊഡക്റ്റുകളെ നമ്മൾ എന്ത് കോസ്റ്റ് അപ്ലൈ ചെയ്യും? പ്രോസസ് കോസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് എന്ത് കാണുക? കോസ്റ്റ് കാണും. സിംപ്ലി ഐ റിപ്പീറ്റ്, നമ്മുടെ ഉദ്ദേശം എത്രയേ ഉള്ളൂ, കോസ്റ്റ് കാണും. അതിനുള്ള മെത്തേഡുകളാണ്. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ കോൺട്രാക്റ്റ് സെറ്റ്. കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളത് കോൺട്രാക്ട്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് വേർഷൻസൊക്കെ തരുന്നുണ്ട്. ഞാൻ തന്ന പ്രിൻ്റ് അനുസരിച്ച് നമുക്ക് ഒന്നുകൂടെ പോവാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ തന്നെ ഒരു 50% ഒരു 70% ഒക്കെ നിങ്ങൾ കവറാവും. അതിലത്തെ തിയറിയിൽ. എന്നിട്ട് നമുക്ക് അതിൽ ഇങ്ങനെ പെട്ടെന്ന് വായിച്ചു. അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഒരെണ്ണൂടി പറയാനുണ്ട്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു പേര് പറയും സർവീസ് കോസ്റ്റിംഗ്. അപ്പോൾ ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് എവിടെയൊക്കെ അപ്ലിക്കബിൾ? ഹോസ്പിറ്റൽ, ഹോട്ടൽ. ഏത് ഹോട്ടൽ? ഫുഡ് കഴിക്കണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതായിക്കോട്ടെ. ഫുഡ് എന്നുള്ള ശരിക്കും ഗുഡ്സാണോ സർവീസാണോ? സർവീസാണ്. ഫുഡ് ഗുഡ്സ് അല്ല. ഓക്കെ അല്ലേ? അതെന്താണ്? ഒരു സർവീസിലാണ്. കാരണം മുന്നേ സർവീസ് ടാക്സ് ഉണ്ടായിരുന്ന സമയത്ത് ഹോട്ടലിൽ നിന്ന് ടാക്സ് കൊടുക്കേണ്ടി വരും? നമ്മൾ സർവീസ് ടാക്സാണ്. VAT അല്ല. GST വന്നപ്പോൾ ഗുഡ്സും ഉണ്ട് സർവീസും ഒക്കെ കൂടെ ഒരുമിച്ചാണ്. പക്ഷെ അത് ഏത് കാര്യത്തിലാണ് പെടുക? സർവീസാണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞത്. ഗുഡ്സ് അല്ല, സർവീസാണ്. അപ്പോൾ ഹോട്ടൽ. പിന്നെ ശരിക്കും ഹോട്ടൽ എന്നുള്ള പ്രയോഗം തെറ്റാണ്. റെസ്റ്റോറൻ്റാണ് വേണ്ടത്. ഫുഡ് കഴിക്കുന്ന സ്ഥലം റെസ്റ്റോറൻറ്റാണ്. ഹോട്ടൽ എന്ന് പറയുമ്പോൾ അക്കോമഡേഷൻ. അവിടെ എന്തുണ്ടാവും? ഇപ്പോൾ ഗ്രാൻഡ് ഹയാത്തിലൊക്കെ 10,000 റുപ്യാണ് വരിക ഒരു ദിവസം വരിക. ആ 10,000 റുപ്യക്ക് കോസ്റ്റും വരും, പിന്നെ അവരുടെ പ്രോഫിറ്റ് ആഡ് ചെയ്യില്ലേ? അപ്പോൾ അവർക്ക് വരുന്ന കോസ്റ്റ് അവർ അസർട്ടൈൻ ചെയ്യണ്ടേ? ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിൻ്റെ മറ്റൊരു പേര് സർവീസ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നുകൂടെ പറയാം. ജോബ് എവിടെ അപ്ലിക്കബിൾ ആവുക? സ്പെസിഫിക് ഓർഡർ. അതിൽ ഞാൻ നോട്ട് ചെയ്യണ സ്പെസിഫിക് ഓർഡർ അനുസരിച്ച് ചെയ്യുന്നതാണ്. അതിൽ എല്ലാ പ്രൊഡക്റ്റും യൂണിഫോം ആവില്ല. പക്ഷെ യൂണിറ്റ് കോസ്റ്റിൽ പ്രോഡക്റ്റ് യൂണിഫോം ആവും. ഒരേപോലത്തെ പ്രൊഡക്റ്റുകളാവും. ആളുകളുടെ ഇഷ്ടം അനുസരിച്ച് മാറിയതേതായി? ജോബ് കോസ്റ്റിംഗ്. മറ്റേതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ എളുപ്പമാണ്. ജോബ് കോസ്റ്റിംഗ് ഓരോന്നിനും ഓരോ കോസ്റ്റ് ഷീറ്റ് വേറെ ഉണ്ടാക്കണം. ബാച്ച് കോസ്റ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ, നമ്പർ ഓഫ് ബാച്ചായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഷർട്ട്, ഡ്രസ് മെറ്റീരിയൽ അങ്ങനത്തെ ഒക്കെയാണ്. കോൺട്രാക്റ്റ് എവിടെ പറയുന്നതാണ്? കൺസ്ട്രക്ഷനാണ്. പിന്നെ ഓയിൽ പോലെയുള്ള പ്രോസസ്സ് 1 by 1 പ്രോസസ്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നതാണെങ്കിൽ അത് പ്രോസസ്സാണ്. പിന്നെ ജോയിൻറ്റ് പ്രൊഡക്റ്റ് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അത് പ്രോസസ്സിൻ്റെ ഒരു പാർട്ടാണ്. വിൽ ഡിസ്കസ് ലേറ്റർ. പിന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് പറഞ്ഞു, സർവീസിലാണ്. യൂണിറ്റ് കോസ്റ്റിംഗ് സിംഗിൾ ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിന് പ്രാധാന്യം നൽകിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിനെന്ത് പറയും? സിംഗിൾ ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് എന്നൊക്കെ പറയും. ഓക്കെ അല്ലേ? ഇതിൽ പല ഫർണിച്ചർ അവിടെയും വരും, പിന്നെ എവിടെയും വരും, ഇവിടെയും വരും. അത് ലോജിക്കലി എന്ത് ചെയ്യണം? ഡീൽ ചെയ്യണം. ഓക്കെ അല്ലേ? യെസ്.
മെത്തേഡ് പറഞ്ഞു. ഓക്കെ അല്ലേ? ഇനി അടുത്ത ടേമിലേക്ക് പോവാം. അപ്പോൾ ടേം 2 ഏതാ പറഞ്ഞ്? കോസ്റ്റിംഗ്. ടേം 3 ഏതാ പറയുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ്. ഈ കോസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് എന്തായി, ഇപ്പോൾ എപ്സണിൻ്റെ പ്രൊജക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കൊടുത്ത് നിങ്ങൾ ആരായി? കോസ്റ്റ് അക്കൗണ്ടൻ്റായി ജോലി ചെയ്തു. അവരേത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്? അവിടെ നേരത്തെ പഠിച്ചതിൽ ജോബ് ബാച്ച് കോൺട്രാക്റ്റിൽ ഏതോ ഉപയോഗിക്കേണ്ടവ? ഈ എപ്സൺ എങ്ങനെ ഒരെണ്ണമായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക? അല്ല, ഒരു ബാച്ചായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അവർ ഏത് മെത്തേഡ് ഉപയോഗിക്കും? ബാച്ച് കോസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾ വൺസ് ഒരു സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്തു എന്ന് വിചാരിക്കുക. സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ നിങ്ങൾ എന്തുണ്ടാക്കണം? കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കണം. കോസ്റ്റ് ഷീറ്റ് ഈസ് നത്തിങ്. എല്ലാ കോസ്റ്റും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് എന്ത് പ്രോഫിറ്റ് ആഡ് ചെയ്ത് എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഏതൊക്കെ കോസ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിന് നമ്മൾ ഒന്നുകൂടെ സ്ട്രക്ചേർഡ് ആക്കാൻ പോകണം. പ്രൈം കോസ്റ്റും പിന്നെ ഏതും കൂടെ ആഡ് ചെയ്യണം? ഫാക്ടറി ഓവർ ഹെഡും കൂടെ ആഡ് ചെയ്യണം. ഓവർ ഹെഡ്. അപ്പോൾ ആഡ് ചെയ്ത ടോട്ടൽ കോസ്റ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ കഴിഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞെന്താ? നിങ്ങളവിടെ അപ്പോൾ നിങ്ങൾ വൺസ് ഒരു സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്താൽ പിന്നെ നിങ്ങൾ എപ്പോഴും സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കണോ? പിന്നെ നിങ്ങൾക്ക് അവിടെ എന്താ ജോലി? നിങ്ങൾക്ക് പോരാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങാം അല്ലേ? ശമ്പളം മേടിക്കാൻ തരുമോ? അടുത്ത നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലിയാണ് കൺട്രോൾ അല്ലെങ്കിൽ റിഡ്യൂസ് കോസ്റ്റ്. അതിനാണ് നിങ്ങൾ വേണ്ടത്. വൺസ് യു ഫിക്സ് ദ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ദ സെല്ലിംഗ് പ്രൈസ്, അടുത്ത എന്താണ്? ഹൗ ടു റിഡ്യൂസ് ദ കോസ്റ്റ്. ആ കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാൻ പറ്റുന്നതിനെക്കുറിച്ച് കൂലങ്കഷമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ചിന്തിച്ചുകൊണ്ടിരിക്കണം. അവിടെയാണ് നിങ്ങളുടെ കപ്പാസിറ്റി കഴിയും. ഓക്കെ അല്ലേ? അതാണ് ഭയങ്കര റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു പോസ്റ്റാണ് അത് മാനേജ്മെൻറ്റ് അക്കൗണ്ട്. ഓണർക്കൊക്കെ ഭയങ്കര എന്താവും കാര്യം. എങ്ങനെ കോസ്റ്റ് കുറയ്ക്കുക? അൺനെസസറി കോസ്റ്റൊക്കെ കട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ഫോർ എക്സാമ്പിൾ നിങ്ങൾ കോസ്റ്റ് അക്കൗണ്ട് അങ്ങനെ നടന്നു പോകുമ്പോൾ ബാത്റൂമിൽ ലൈറ്റ് ഇങ്ങനെ കത്തുന്നുണ്ട്, ഓഫ് ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? ഒരു ദിവസം മൊത്തം ലൈറ്റ് കത്തിയാൽ അതിൻ്റെ കോസ്റ്റ് ആ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ വരില്ലേ? ഇലക്ട്രിസിറ്റിയുടെ ബില്ല് വരുമ്പോൾ ആ ബില്ല് വെച്ച് ആ പവറിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ കോസ്റ്റ് അവിടെ ഉണ്ടാക്കിയ പ്രൊഡക്റ്റിൻ്റെ മുകൾക്കൊക്കെ ചാർജ് ചെയ്ത് കൊടുക്കൂലേ? അപ്പോൾ കോസ്റ്റ് കൂടൂലേ? സ്വാഭാവികമായിട്ടും. വെള്ളം അമിതമായി ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യണം? തടയാം. ഓക്കെ അല്ലേ? ഒരു എക്സാമ്പിൾ പറയാം. അൺനെസസറി ആയിട്ടുള്ള സാധനങ്ങൾ, മൈന്യൂട്ട് ആയിട്ടുള്ള സാധനം പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ശ്രദ്ധിക്കാം. എന്താ മേഡം? ഹലോ മേഡം പറയൂ. കേറിയില്ല കേറിയിട്ടില്ല തോന്നുന്നു. കാലത്തില്ലായിരുന്നു. നോക്കട്ടെ. പിടിക്കും. ഗൂഗിൾ പേയിൽ നമ്മൾ പേയ്മെൻറ്റ് ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഇതാണല്ലോ അല്ലേ? ലാഗ് ഉണ്ടാവാറുണ്ടല്ലേ? ഉണ്ടല്ലേ? എല്ലാ ആപ്പിലും അങ്ങനെ തന്നെ. എങ്ങനെ? ഫോൺ പേര് സിമ്പിളാണ്. അങ്ങനെ തന്നെ നിങ്ങൾ ഉപയോഗിക്കാറില്ല ഒന്നും? അക്കൗണ്ടൊന്നുമില്ല നിങ്ങൾക്ക്? തിരിച്ചു വരാം. അപ്പോൾ നിങ്ങളുടെ മെയിൻ പണി എന്താ? കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും. ഈ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിനെ ആ ടെക്നിക്ക് അതിനെ നമ്മൾ എന്ത് വിളിക്കുക? കോസ്റ്റ് അക്കൗണ്ടിങ്. 3 ടേം. ഒന്നേതാ? കോസ്റ്റ് പറയുമ്പോൾ എന്താ? അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്. പിന്നെ എന്താ? കോസ്റ്റിംഗ്. എന്താ? തെറ്റിപ്പോയി. കോസ്റ്റ് പറയുമ്പോൾ എക്സ്പെൻസ് ഇൻകോർഡ് ടു പ്രൊഡ്യൂസ് പർട്ടിക്കുലർ കോസ്റ്റ്. പിന്നെ അടുത്തതാ കോസ്റ്റിംഗ്. ഏതാ? കാൽക്കുലേഷൻ അല്ലെങ്കിൽ അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് യൂസിങ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്. പിന്നെ മൂന്നാമത് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? റിഡ്യൂസ് ആൻഡ് കൺട്രോൾ കോസ്റ്റ് യൂസിങ് ഡിഫറെൻറ്റ് ടെക്നിക്സ്. മറ്റടുത്ത് ഏതാ ഉപയോഗിച്ചത്? മെത്തേഡ്. ഇവിടെ ഏതാ? ടെക്നിക്. ആ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ് അവിടെ ചോദ്യം, ഹെഡിങ്. ഇവിടുത്തെ ഹെഡിങ് ഏതാ? ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. ഇതിനുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നേതാ? മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ. അടിപൊളി സാധനങ്ങളാണ്. ഹെവി അപ്ലിക്കേഷൻ ലെവലിൻ്റെ ഗംഭീര സാധനം, ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് പഠിക്കും? മാർജിനിൽ സ്റ്റാൻഡേർഡ് ബഡ്ജറ്റിങ്ങും 3 പഠിക്കും. സെക്കൻഡ് ഗ്രൂപ്പില്ലേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പറഞ്ഞ്, അതിലും ഏതുണ്ട്? സെയിം സാധനം റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ അല്ലേ? നമുക്ക് ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര, നമുക്ക് എടുക്കുമ്പോൾ തന്നെ ഒരു രസമാണ് പറയാം. അടിപൊളി. യൂണിഫോം ഒന്നല്ല കേട്ടോ, എല്ലാം വേറെ വേറെ ക്വസ്റ്റ്യനാണ്. ഒക്കെ ആയിട്ടുള്ള യുണീക്ക് പ്രോബ്ലംസ് ഓരോന്നും. പക്ഷേ ഈ കാണാപ്പാടം പഠിക്കാൻ ഇഷ്ടപ്പെടാത്ത ലോജിക്കുള്ള കുട്ടികളില്ലേ, അവർക്ക് ഇത്ര ഇഷ്ടമുള്ള സാധനം വേറെ ഉണ്ടാവില്ല. കാരണം ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല.
ഓരോന്ന് വരുമ്പോൾ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. പക്ഷെ ഇതിനൊക്കെ എന്തുണ്ട്, മാർജിനിലും സ്റ്റാൻഡേർഡിനും ബഡ്ജറ്റിങ്ങിനൊക്കെ ചില യൂണിഫോം ഫോർമാറ്റ് ഇക്വേഷൻസ് ഒക്കെ പഠിക്കാണ്ട് കേട്ടോ. ഒന്നും അല്ലാതെ വെറുതെ കൊണ്ട് പോകല്ലാന്ന്, ഒരു യൂണിഫോമിറ്റി ഉണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡിസിഷൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊടുത്തിട്ടിട്ട് എന്ത് ചെയ്യുക, ഒരു ഫൈനൽ കൊടുക്കുക, അഥവാ ഫൈനൽ ഡിസിഷൻ കൊടുക്കുക. പ്രൊഡക്റ്റ് എ ഉണ്ട്, ബി ഉണ്ട്, ഇതിൽ ഏതാ മാനുഫാക്ചർ ചെയ്യേണ്ടത്. നമ്മുടെ അടുത്ത് ഇത്ര ലിമിറ്റഡ് റിസോഴ്സ് ഉള്ളൂ, നമുക്ക് 5 പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്യാം. ഇതൊരു ഡിസിഷൻ അല്ലേ. ഇതിപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ചാൽ നടക്കുമോ? നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ കോമ്പണൻറ്റും നിങ്ങൾ മേടിക്കുമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാറ്, ഇപ്പോൾ ടാറ്റയുടെ കാറ് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കാറ് കണ്ടാൽ അതിൻ്റെ ടയർ ആരാവും, അപ്പോളോ അല്ലെങ്കിൽ MRF ആവും. അവരെന്നെ ടയർ ഉണ്ടാക്കാൻ നിൽക്കുമോ? മനസ്സിലായ? MRF തന്നെ ആർക്കും കൊടുക്കും, ചിലപ്പോൾ ടൊയോട്ടക്കും കൊടുക്കും, ടാറ്റക്കും കൊടുക്കും, പിന്നെ ആർക്കും കൊടുക്കും, നിസാനും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. ഓക്കെയാണോ? യെസ്. അപ്പോൾ ചില പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യില്ല, ബൈ ചെയ്യുക, ചിലത് എന്ത് ചെയ്യില്ല, മേക്ക് ചെയ്യില്ല. മേക്ക് പറയുമ്പോൾ അവർ മാനുഫാക്ചർ ചെയ്യുന്നില്ല. അപ്പോൾ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ വേണമെങ്കിൽ നമുക്ക് ആ റോ മെറ്റീരിയൽ പുറത്ത് മേടിക്കുന്നതിന് പകരം നമുക്ക് അങ്ങ് മാനുഫാക്ചർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഇത്, മാർജിനൽ കോസ്റ്റിംഗ്. കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യില്ലേ, പക്ഷെ അതുപോലെ അല്ലല്ലോ ആക്ച്വലി വരിക. അപ്പോൾ ആക്ച്വലും ബഡ്ജറ്റും തമ്മിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ? ആ വ്യത്യാസത്തിൻ്റെ പേരാണ് വാരിയൻസ്. എന്താ പറയുക? വാരിയൻസ്. ആ വാരിയൻസിൻ്റെ കാരണം എന്താ? നിങ്ങൾ ബഡ്ജറ്റ് ചെയ്ത പ്രോഫിറ്റ് 10 ലക്ഷമായിരുന്നു, പക്ഷേ ആക്ച്വൽ പ്രോഫിറ്റ് എത്ര വന്നു? 9 ലക്ഷം. 1 ലക്ഷം റുപ്യ പ്രോഫിറ്റ് കുറഞ്ഞില്ലേ? വൈ? എന്തുകൊണ്ട്? അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ അത് ഭയങ്കര രസമുള്ള, ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല. ഈ ബഡ്ജറ്റിങ് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സാധനമല്ല, ഇതിൽ കുറച്ചേറെ ഫോർമാറ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ മറ്റു 2 സാധനം എന്താണ്, ഗംഭീര സാധനങ്ങളാണ്. സ്റ്റാൻഡേർഡൊക്കെ അങ്ങനെ കത്തിച്ച് നിൽക്കാൻ പറ്റും പറയാം. ഹെവി സാധനമാണ്, പക്ഷെ കുട്ടികളും ഭയങ്കര ഹാപ്പി ആകും പറയാം, അങ്ങനെ ചെയ്തതിന് പഠിച്ചു വരുമ്പോഴേ. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ ചിലതൊക്കെ, കുറേ മെത്തേഡ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കത്തുമ്പോൾ ഇങ്ങനെ വാ അങ്ങനെ, അതല്ലേ നമുക്ക് ചാലഞ്ചിങ് ആവും. അല്ലാതെ വെറുതെ ഇങ്ങനെ ജേണലും അല്ലെങ്കിൽ മറ്റും റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനൊക്കെ അപേക്ഷിച്ച് എന്തെങ്കിലുമൊക്കെ ചലഞ്ചിങ് ആയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനം പഠിച്ചെടുക്കുമ്പോഴല്ലേ നമുക്ക് സന്തോഷം വരാം. ഓക്കെ, യെസ്. അപ്പോൾ ഏതൊക്കെ പറഞ്ഞു? മാർജിനൽ, സ്റ്റാൻഡേർഡ്, പിന്നെ ഏതാ? ബഡ്ജറ്റ് കൺട്രോൾ. ഓക്കെ അല്ലേ? യെസ്, ദ എൻഡ്. ഓക്കെ അല്ലേ? ക്ലിയർ? ഈ ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കഴിഞ്ഞിട്ടെടുക്കാം. മനസ്സിലായില്ലേ? ചളി